ഷാജറാ നമസ്കാരം. നമസ്കാരം. ക്രിസ്മസ് ഒക്കെ ആയി. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാ ഓഫറിന് കൊടുക്കുക. നമ്മൾ വീണ്ടും വന്നേക്കുവാണ്. ഇതേ ഫോർച്യൂണർ ഉണ്ട്, പജീറ ഉണ്ട്, ഫോർച്യൂണർ 10 ഉണ്ട്, 12 ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, മാനുവൽ 2 വീലുണ്ട്, അല്ലേ 4 വീല് കിടപ്പുണ്ട്. മാനുവൽ എത്ര വണ്ടി ഉണ്ട് ഫോർച്യൂണർ സ്റ്റോക്ക്? ഫോർച്യൂണർ മൊത്തം 7 വണ്ടി കിടപ്പുണ്ട്. 7 വണ്ടി ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. പജീറോ എത്ര? പജീറോ 3 ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം ഓൾറെഡി നമ്പറാണ് നിൽക്കുമല്ലേ? എല്ലാം നമ്പറൊക്കെ കൊടുക്കുള്ളൂ? എല്ലാം ഇവിടുത്തെ നമ്പറാക്കിയേ കൊടുക്കും. ഇതെല്ലാം വന്ന ഡിഷാണ് വണ്ടി? എല്ലാം പോളിഷും ഇന്ത്യയിൽ വാഷൊക്കെ ചെയ്യണം. ഇനിയും പജീറോ ആണല്ലോ നോക്കി വന്ന കമ്പനി പെയിന്റാണ് നിൽക്കുന്നത്. പജീറോ ഒറിജിനൽ പെയിന്റ് നിൽക്കുന്ന വണ്ടിയാണ്. അത് ടച്ച് ചെയ്ത് പോളിഷ് ബമ്പറിനൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് കൊടുക്കുള്ളൂ. ക്രിസ്മസ് ഒക്കെയാണ്, ഓഫർ കൊടുക്കുക. ഓക്കെ ഷാജേട്ടാ, അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാല്ലേ? ഇത് മോഡലേതാ വണ്ടി? ഇത് 2010 വണ്ടി. 10 വണ്ടി അല്ലേ? 30 വരെ എല്ലാ പേപ്പറും കറക്റ്റാണ്. പേപ്പറാക്കിയതാ. അപ്പോൾ അതിൻ്റെ ടയറൊക്കെയാണ് മെയിൻ ഹൈലൈറ്റ് അല്ലേ? ഇത് ടയർ 1,15,000 രൂപയായ ടയറാണ്. ടയർ ഇത് ടയർ ഇല്ലാതെ ഒറിജിനൽ ടയർ ഇട്ട് വേണേൽ അങ്ങനെ കൊടുക്കാം, ഈ ടയർ ഇട്ട് വേണേൽ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ കൊടുക്കാം അല്ലേ? ടയറിൻ്റെ ഗ്രിപ്പൊക്കെ നോക്കിയത് പുതിയ ടയറാന്ന് തോന്നുന്നല്ലേ? ആകെ കൂടി വന്നാൽ ഒരു 200 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? വണ്ടി ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ഒക്കെയോ? കിലോമീറ്റർ 180 ഓടി. 180. മേലുള്ള തട്ടമുട്ട ആക്സിഡന്റ്? ഒരു ആക്സിഡന്റോ ഇല്ലാത്ത വണ്ടിയാണ്. പുതിയ പേപ്പറെല്ലാം ഇൻഷുറൻസ് 2030 വരെ എല്ലാ പേപ്പറും കറണ്ട്. ഇൻഷുറൻസ് അടുത്ത കൊല്ലം 7-ാം മാസം വരെ ഉണ്ട്. പെയിന്റ് വർക്കൊന്നുമില്ല? ഒന്നുമില്ല. പെയിന്റ് ഇതുപോലെയുള്ള ചെറിയ ടച്ചിങ് ഒക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലേ? 100% ഫിറ്റ്. ഇതൊക്കെ ഓടി വന്ന വണ്ടിയല്ലേ? ഇവിടെ എല്ലാം ബൈ റോഡ് വഴി ഓടി വരുന്നതാണ്. ഞങ്ങളുടെ എല്ലാ വണ്ടിയും മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക, ഹൈദരാബാദ്, വേറെ ഒരു സ്റ്റേറ്റിലെ വണ്ടി കൊടുക്കത്തുമില്ല. ഗ്ലാസ് ഒക്കെയോ? ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് ഇത് മാറിയിട്ടുണ്ടെന്ന് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ടല്ലേ? ബാക്കി ഒറിജിനൽ ഗ്ലാസ് അല്ലേ? എല്ലാം ഒറിജിനൽ ഗ്ലാസ്. മെയിൻ ഹൈലൈറ്റ് വണ്ടിയുടെ ഒരു ഷേപ്പാട്ടോ. നോക്കിയേ, എൻ്റെ ബോഡിയൊക്കെ ആണെങ്കിലും ചെറിയ പോറലൊക്കെ ഉള്ളൂ, അതൊക്കെ പോളിഷ് കൊടുക്കില്ലേ? എല്ലാം റബ്ബ് ചെയ്ത് പോളിഷ് മാറും. ബാക്ക് സൈഡ് അതുപോലെ സൈഡ് കാര്യങ്ങൾ എല്ലാം പക്കയായിട്ടോ വണ്ടിയുടെ. വേറൊന്നും ചെയ്യല്ല വണ്ടിക്കകത്ത്. ബാഡ്ജിങ് ഒന്നും പോയിട്ടില്ല. ഹെഡ്ലൈറ്റൊക്കെ സ്റ്റോക്ക് നിൽക്കുന്നതല്ലേ? ഒറിജിനൽ തന്നെ നിൽക്കുന്നത്. ഗ്രില്ല കാര്യങ്ങൾ ടൈപ്പ് 2 ഒന്നും ആക്കിയിട്ടില്ല, ഒറിജിനാലിറ്റി നിൽക്കുന്ന വണ്ടിയാണ്. ഇൻറ്റീരിയറിലേക്ക് പോയാലും സീറ്റൊക്കെ വേറെ ചെയ്തേക്കുന്ന കേട്ടോ. നോക്കി സീറ്റ് കവർ അല്ലേ? നല്ല ഇത് കൂടിയ സീറ്റ് കവറാന്ന് തോന്നുന്നല്ലേ? കൂടിയ സീറ്റ് കവറാണ്. മറ്റാണ്ട് സിസ്റ്റം ചെയ്തിട്ടുണ്ട്, ഒരു ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. വേറെ 4x4 വർക്കിംഗ് ആണ്. AC ഒക്കെ പക്ക കൂളിംഗ് അല്ലേ? നല്ല കൂളിംഗ്. സെക്കൻഡ് റോയിലേക്ക് പോയാലും നീറ്റാട്ടോ. വേറൊന്നും ചെയ്യാൻ നിൽക്കണല്ലേ? എഞ്ചിൻ റൂമിലേക്ക് വന്നാലും വണ്ടി വാഷിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ഒറിജിനാലിറ്റിയിലാണ് നിൽക്കുവാണ്. വന്നതിന്റെ ഇഷ്ടമല്ലേ? അകത്തേക്ക് എഞ്ചിൻ റൂമിലേക്ക് തട്ടമുട്ടൊന്നും വന്നിട്ടില്ല? ഒന്നുമില്ല, അതിനുള്ള ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ്. നല്ല കംപ്ലീറ്റ് ടൊയോട്ടയുടെ ബാഡ്ജിങ് ഉള്ള വണ്ടി. കോൺടാക്ട് ഒറിജിനൽ അല്ലേ? വേറെ പേസി ഒന്നും പൊടിച്ചിട്ടില്ല? ഒന്നുമില്ല. അങ്ങനെയുള്ള വണ്ടി നമ്മൾ എടുക്കത്തില്ല, കൊടുക്കത്തില്ല. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ചേട്ടാ. ഒന്ന് വയ്യ റേസ് ചെയ്യാവോ? ഓക്കെ 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 മതി. ഷാജിറ, 2010 ഫോർച്യൂണർ അല്ലേ? 2010 ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. 2030 വരെ എല്ലാ പേപ്പറും കറണ്ടാണ്. അടുത്ത കൊല്ലം 8-ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. എന്നാ വരെ കൊടുക്കാം വണ്ടി? ഇത് നമുക്ക് ഈ ടയറെല്ലാം ടീ കണ്ടീഷനിലാണെങ്കിൽ പോളിഷ് ചെയ്ത്, ടച്ച് ചെയ്ത്, പോളിഷ് ചെയ്ത്, സർവീസ് ചെയ്ത് 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷം രൂപ അല്ലേ? ഈ ടയർ ഇട്ടാണെങ്കിൽ ടയറിന് ഒരു 1 ലക്ഷം മുകളിൽ വില വരുന്നുണ്ട്. 1,15,000 രൂപ എടുത്ത ടയർ ഡിസ്കും കൂടെ. സ്റ്റോക്ക് ആണെങ്കിലോ? സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് 9 രൂപ കൊടുക്കാം. ടയർ ഒറിജിനൽ ഡിസ്കൗണ്ട് 9 രൂപ ഫൈനൽ അല്ലേ? വണ്ടി ലോൺ കയറുമൊന്നുമില്ലോ? വണ്ടിക്ക് 30 വരെ പേപ്പറുണ്ട്. ശ്രീറാം ഫൈനാൻസിന്റെ ഒക്കെ ലോൺ കയറുമല്ലേ? ഓക്കെ, ലോൺ കയറുന്നല്ലേ? വണ്ടി സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ലോൺ കയറും. ഓക്കെ, അത് അടുത്ത വണ്ടിയിലേക്ക് പോയാലോ? അടുത്ത കുറച്ച് റെയർ വണ്ടിയല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ? പജീറോ കുറച്ച് വളരെ കിട്ടാനായിട്ട്. ഇത് GLX അല്ലേ വണ്ടി? GLX വണ്ടി 2006 വണ്ടി. 6 വണ്ടിയല്ലേ? 6 വണ്ടിയാണ്. ഇത് 3ാമത്തെ ഓണർ വണ്ടിയാണ്. ഡാമൻഡ്യൂ രജിസ്ട്രേഷൻ ആണ്. ഇവിടെ നമ്പർ KL 62 NOC ആയ വണ്ടിയാണ്. ഇപ്പോൾ ക്രിസ്മസിന് മുമ്പ് ഇവിടെ നമ്പർ ആക്കി ടാക്സ് അടച്ച് നമുക്ക് 6.5 ലക്ഷം രൂപ കൊടുക്കാം. 6,000 രൂപയ്ക്കല്ലേ? വണ്ടി 100% കണ്ടീഷനുള്ള വണ്ടി. എഞ്ചിനൊക്കെ പക്കയല്ലേ? 100% തട്ടമുട്ടൊന്നില്ല. കമ്പനി പെയിന്റ്. എല്ലാ വണ്ടിയും ബൈ റോഡ് വഴി വരുന്ന വണ്ടിയാണ് അല്ലേ? ടയറൊക്കെ നോക്കിയാൽ ഒരു നല്ല ഒരു 70% ടയറൊക്കെ ഉണ്ടല്ലേ? നീറ്റായിട്ട് വണ്ടി. കാരണം കമ്പനി പെയിന്റ് നിൽക്കുന്ന വണ്ടിയാണ്. ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കും നമ്മൾ. ഓക്കെ, വേറെ വലിയ പണിയൊന്നും പെയിന്റിംഗ് ഇല്ല അല്ലേ? ചെറിയ പെയിന്റിംഗ് ഇളകേ ഉള്ളൂ. സ്റ്റിക്കറൊക്കെ ആണെങ്കിലും ഒറിജിനൽ നിൽക്കുന്നത്, മാറിയിട്ടില്ല അല്ലേ? വണ്ടി വന്നപ്പോൾ സ്റ്റിക്കറാണ് നിൽക്കുന്നത്. വേറെ ആ ബാക്കിൽ ഒരു ചെറിയ ചളുക്കമുണ്ട്, അത് നൂർത്ത് കൊടുക്കാം. ബോഡിയൊക്കെ ആണെങ്കിലും കണ്ടോ? പക്കയാട്ടോ.
ഇവിടെ ചെറിയൊരു ചളക്കമുണ്ട്, നമ്മൾ നൂർത്ത് പെയിന്റ് അടിച്ചു കൊടുക്കും. കൊടുക്കൂലേ? വേറെ ടൈലൈറ്റ് ഹെഡ്ലൈറ്റ് ഒന്നും പൊട്ടിയിട്ടില്ല, എല്ലാം നീറ്റായിട്ട് വണ്ടി. ഗ്ലാസ് ഒന്നും വേറെ മാറിയിട്ടില്ല. നല്ല ബോഡി ഷേപ്പുള്ള വണ്ടി കേട്ടോ. ഗ്ലാസ്സാണ് നിൽക്കുന്നത്, ഷേപ്പുള്ള വണ്ടിയാ. ഇതിൽ വേറെ പണിയൊന്നും പെൻഡിങ് ഇല്ലല്ലോ? ഒന്നുമില്ല. ഇതാ ഇപ്പോൾ ഈ ഫോർച്യൂണറിനേക്കാളും മെക്കാനിക്കൽ ടൈറ്റ് കണ്ടീഷനുള്ള വണ്ടിയാണ്. അല്ലേ? പണിയൊന്നും പെൻഡിങ് ഇല്ല, ഒന്നുമില്ല. എടുക്കുക ഓടിക്കാന്നേ ഉള്ളൂ. സർവീസും കഴിഞ്ഞ വണ്ടിയാ. എഞ്ചിനൊക്കെ പക്കയല്ലേ? ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയറിലേക്ക് വന്നാലും നോക്കി ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓക്കെ കേട്ടോ. വന്ന കണ്ടീഷൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഒന്നും ചെയ്തിട്ടില്ല വണ്ടിക്ക്. അത് ഇതൊക്കെയാണ് എ സി വിൻ്റെ വണ്ടിക്ക് അത് മിസ്സായിട്ടില്ല. അതുപോലെ വേറെ റൂഫൊക്കെ ഞങ്ങൾ നോക്കി ചെളിയൊന്നുമില്ല. അതുപോലെ ഡാഷ്ബോർഡൊക്കെ പക്ക കേട്ടോ. ഞാൻ സെക്കറോ കാണിച്ചു തരാം. സെക്കറോയിലേക്ക് പോയാലും വീൽ കപ്പ് കൊണ്ട് വണ്ടിക്കകത്ത് മിസ്സായിട്ടില്ല. സെക്കറോയിൽ നീറ്റാണ്, ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഓക്കെ വണ്ടി. ലാസ്റ്റ് റോ. അപ്പോൾ ഇതൊക്കെയാണ് അകത്തെ കണ്ടീഷൻ. നമുക്ക് ഈ വണ്ടിയെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അകത്തുനിന്ന് എ സി ഒക്കെ ഇട്ട് നോക്കാം. ഓ തൊട്ടാ സ്റ്റാർട്ടല്ലേ? ഒരു സ്റ്റീരിയോ വേറെ ചെയ്യുന്നുണ്ട്, ആൻഡ്രോയിഡ്. എനിക്ക് എ സി ഒന്ന് നോക്കാം. എ സി ഒക്കെ പക്ക കേട്ടോ, നല്ല കൂളിംഗ് ഉണ്ട്, നല്ല മീറ്ററൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഫ്യൂവല് എല്ലാം ഓക്കെ ആയിട്ട് വണ്ടിക്കകത്ത്. RPM. ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു അകത്തെ കാഴ്ചകൾ. ഇത് നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് കാണാം. എഞ്ചിൻ റൂമിലേക്ക് വന്നാലും നീറ്റാണ് വണ്ടി. വേറെ ഓയിലിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ വേറെ തട്ടമുട്ട അകത്തേക്കൊന്നും വന്നിട്ടില്ലല്ലോ? ഒന്നുമില്ല. ബോണ്ട് മാറിയിട്ടില്ല. അതുപോലെ ബോണ്ടിൻ്റെ പേസ്റ്റ് ഒന്നും പിടിച്ചിട്ടില്ല. നീറ്റാട്ടോ. ഒന്ന് സ്റ്റാർട്ട് ചെയ്തു ചേട്ടാ. സ്റ്റാർട്ടാക്കട്ടെ? ആ അടിപൊളി. ഒന്ന് പയ്യെ റേസ് ചെയ്യാവോ? ഒന്ന് പയ്യെ റേസ് ചെയ്യാവോ? ആ മതി മതി മതി. ഓക്കെ ഓക്കെ. എൻ്റെ കിലോമീറ്റർ എത്രയായി? 1,70,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആയിരിക്കുമോ? ജെന്യൂൻ കിലോമീറ്റർ. അല്ലേ? ഇതൊക്കെ 2-3 വണ്ടിയുള്ള ആൾക്കാരുടെയാണ്. അല്ലേ? ചിലപ്പോൾ ലാസ്റ്റ് കാര്യം ഈ വണ്ടി എന്നെ വില കൊടുക്കാം. ഇത് ഞാൻ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് നമുക്ക് 6,00,000 രൂപ കേരള നമ്പറാക്കി. നമ്പറൊക്കെ 6,000 രൂപ അല്ലേ? പുതിയ പേപ്പർ എടുത്ത്? പുത്തൻ പേപ്പർ എടുത്ത് 6,000 രൂപ. അല്ല എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടി ഇതൊക്കെ കിട്ടാൻ, നല്ല വണ്ടിയിൽ കിട്ടാൻ പാടാണ്. അപ്പോൾ അടുത്ത വണ്ടി ഫോർച്യൂണർ 2012 2 വീല്. 12 2 വീൽ ഓട്ടോമാറ്റിക് അല്ലേ? സെക്കൻഡ് ഓണർ വണ്ടി. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടി. ഈ കളർ ഇപ്പം കുറച്ച് റയർ കളറാണ്. അതുപോലെ കുറച്ച് ഡിമാൻഡ് ഉണ്ട് ഈ കളറിനല്ലേ? നല്ല കളർ. ഇതിപ്പോൾ 2-3 വണ്ടി വിറ്റത്. 2-3 വണ്ടി, ഒന്ന് കട്ടപ്പന വിറ്റു, നെടുങ്കണ്ണം വിറ്റു, എല്ലാം ഈ കളർ വണ്ടിയാണ് കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നത്. അതൊരു നല്ല ക്വാളിറ്റി വണ്ടിയാണ്, കാരണം നല്ല ഷേപ്പുള്ള വണ്ടി. ഇതൊന്നും ചെയ്തിട്ടില്ല വണ്ടി. ഇതെല്ലാം ഒറിജിനാലിറ്റിക്കുക. ഞങ്ങൾ ഇത് ഓടി ബൈ റോഡ് വഴി വന്നതന്നെ 2600 കിലോമീറ്റർ ഓടി വന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ധനുഷ്കോടി എല്ലാം പോയതാണ്. 1500 കിലോമീറ്റർ ബോക്സ് കൊടുക്കുന്നതല്ല, നമ്മളതെല്ലാം വണ്ടിക്ക് ട്രിപ്പ് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഫുൾ കറങ്ങിയ വണ്ടിയാ? എല്ലാം കറങ്ങിയ. ഒന്നും നോക്കാനില്ല. നമുക്ക് ഇതിനൊക്കെ ഒരു 13 കിലോമീറ്റർ മൈലേജ് ഓടിച്ച് ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കാവുന്ന വണ്ടിയാണ്. അല്ലേ? നല്ല ഷേപ്പുള്ള വണ്ടിയാണ്. ഇത് ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ അല്ലേ? ഇവിടെ നമ്പറായ വണ്ടി കേട്ടോ. അതുപോലെ പുതിയ പേപ്പർ എല്ലാം എടുത്ത് എല്ലാം 27 വരെ എല്ലാ പേപ്പറും കറങ്ങാണ്. ഇൻഷുറൻസ് ആണ്. ടയറൊക്കെ ഞങ്ങൾ ഒരു ടയറിലും ബാക്കിൽ ഒരു ടയറേ ഉള്ളൂ, ഇച്ചിരി തേയ്മാനമുള്ളത്. മുകളിലുണ്ടല്ലേ? ആ പിന്നെ 10-75-60-70% ടയറുണ്ട്. ടയറൊന്നും മാറാൻ നിൽക്കണ്ട. ടയറൊക്കെ ആവശ്യമുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ. ഇഷ്ടംപോലെ വണ്ടി എടുക്കില്ല, അതിൻ്റെ ഓർണർ പിന്നെ എടുത്ത് മാറി ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല. വണ്ടിയിൽ വേറെ വർക്കൊന്നും ഇല്ല. നീറ്റ് വണ്ടി. കമ്പനി പേര് നിൽക്കുന്ന വണ്ടിയാണല്ലേ? ഒറിജിനൽ പെയിന്റ് ബമ്പറൊക്കെ ടച്ചിങ് ആണ്. അല്ല ബാക്കി ബോഡിയൊക്കെ ഒറിജിനൽ പെയിന്റിൽ നിൽക്കുന്നത്. അതെ അതെ അതെ. പെയിന്റ് തന്നെ കയറിയിട്ടൊന്നുമില്ല. നീറ്റായിട്ട് വണ്ടി. ഹെഡ്ലൈറ്റ് ഒക്കെ ഒറിജിനൽ അല്ലേ? മാറിയിട്ടൊന്നുമല്ലോ. 2,60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. 260 അല്ലേ? 260 കറക്റ്റ് ജെന്യൂൻ കിലോമീറ്റർ. ഹിസ്റ്ററിയുള്ള വണ്ടിയല്ലേ? എല്ലാം ഹിസ്റ്ററിയുള്ള. ഗ്ലാസ് മാറിയുണ്ടോ? ഗ്ലാസ് മിക്കവാറും വണ്ടിയുടെ മാറുന്ന. ഇത് നോക്കി ഇത് ഒറിജിനലാണ് നിൽക്കുന്നത്? ഇല്ല മാറിയിട്ടില്ല. ഗ്ലാസ് മാറിയില്ല കേട്ടോ. ഒറിജിനൽ ഗ്ലാസ് 12 ഗ്ലാസ്സാണ് നിൽക്കുന്നത്. ഗ്ലാസ്സൊക്കെ ഒറിജിനൽ കേട്ടോ. തേയിലാമ്പെല്ലാം മാറി വെച്ചേക്കുന്ന. അത് ഈ സ്ഥലങ്ങളിലും വേറെ വിഷയങ്ങളൊന്നുമില്ല. വണ്ടി ബോഡി പക്ക കേട്ടോ. ഇന്റീരിയറിലേക്ക് വന്നാലും നീറ്റായിട്ടോ വണ്ടി. റൂഫൊക്കെ ഉണ്ടോ? ചെളിയൊന്നുമില്ല. അതിലെ ഡാഷൊക്കെ ആണെങ്കിലും പക്കയാ. സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊന്നും ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അല്ലേ? നീറ്റ് വണ്ടി അകത്ത് അറിയാണ്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ. അതുപോലെ സിസ്റ്റം ആണെങ്കിലും കമ്പനി സ്റ്റീരിയോ കേട്ടോ. സെക്കറോയിലേക്ക് വന്നാലും വണ്ടി ഇതൊക്കെയാണ് കാഴ്ചകൾ. നീറ്റ ലാസ്റോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അകത്തെ കാഴ്ചകൾ. നമുക്ക് എഞ്ചിൻ റൂം ഒന്നും കണ്ടാലോ? എഞ്ചിൻ റൂമിലേക്ക് വന്നാൽ നമ്മൾ സർവീസ് പോലും ചെയ്തിട്ടില്ല. ഇത്രയും ദൂരം ഓടി വന്നിട്ട് വണ്ടി വാട്ടർ സർവീസ് പോലും ചെയ്തിട്ടില്ല. വന്ന കണ്ടീഷൻ അടിപൊളി. കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കുമ്പോൾ ബാഡ്ജിങ് എല്ലാം ഉള്ളതാണ്. പിടിച്ചിട്ടില്ല. ടൊയോട്ടയുടെ ഒറിജിനൽ ബാഡ്ജിങ് എല്ലാം ഉള്ള വണ്ടി. അകത്തേക്ക് തട്ടുമുട്ടൊന്നും വന്നില്ല കേട്ടോ. അതുകൊണ്ട് അകത്തേക്കൊന്നും ഒരു വിഷയമില്ല. ഒന്നും മാറിയില്ല കണ്ടോ. ഇതൊക്കെയാണ് അകത്തെ കാഴ്ചകൾ. എഞ്ചിനൊക്കെ ആണെങ്കിലും ഒന്നും പറയേണ്ട ആവശ്യമില്ല. 100% എഞ്ചിൻ ടൊയോട്ടയുടെ വണ്ടിയാണ്. നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കുകയേ വേണ്ട.
ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമോ? ഒന്ന് റേസ് ചെയ്യാമോ? പയ്യൊന്ന് റേസ് ചെയ്യാമോ? ആ ഓക്കെ ഓക്കെ. ഷാച്ചേട്ടാ ഇപ്പോൾ ഈ വണ്ടി എന്നാ വില കൊടുക്കാം? ഇത് 2012 2 വീൽ ഓട്ടോമാറ്റിക്കാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇത് നമുക്ക് 12 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ്. 12 ലക്ഷം രൂപ. അതെ അതെ. ലോൺ 6 രൂപ 7 രൂപ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ 6 രൂപ 7 രൂപ വരെ ലോൺ കയറുമല്ലേ? എന്നാൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞേരെ. ഇത് പത്തനംതിട്ട ജില്ലക്കകത്ത് റാന്നിയിലാണ്, പനവേൽ ലോട്ടൂസ് റാന്നി. ഫോൺ നമ്പർ 9447024466. ഓക്കെ ഷാച്ചേട്ടാ, ഓക്കെ, വീണ്ടും കാണാം.